ഇന്ന് 5-ാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ അയോധ്യാകാന്ഡം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ എന്ന വരി മുതൽ, അതായത് പേജ് നമ്പർ 46-ാമത്തെ പേജ്, അതുമുതൽ കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ എന്ന 54-ാമത്തെ പേജിലുള്ള വരി വരെയാണ് ഇന്ന് 5-ാം ദിവസം, ഇന്നല്ല നാളെ 5-ാം ദിവസം വായിക്കേണ്ടത്. അപ്പം നമുക്കത് എവിടെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഇവിടം വരെ ആയിരുന്നു. ഇവിടം വരെ ഇവിടെ തന്നെ വായിച്ച് നിർത്തിയവർ അടുത്ത വരി മുതൽ തുടങ്ങുക. എവിടെയാണോ നിങ്ങൾ വായിച്ച് നിർത്തുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള വരി മുതൽ തുടങ്ങുക. അതല്ല ഇവിടെ വരെ വായിച്ചു എന്നുള്ളവർ ശ്രീരാമാഭിഷേക വിഘ്നം മുതൽ വായിച്ചു തുടങ്ങുക. ഇവിടം വരെ വായിച്ച് നിർത്തിയവർ ശ്രീരാമാഭിഷേക വിഘ്നം അതുമുതൽ വായിച്ച് ഇതിൽ പറയുന്ന പേജ് നമ്പർ 54-ാമത്തെ പേജിൽ ഇവിടം വരെയാണ് വായിച്ചു നിർത്തേണ്ടത്. അതായത് ലക്ഷ്മണോപദേശം അതിൻ്റെ തൊട്ടുമുകൾ വശം വരെ കണ്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ പകുതിക്ക് വെച്ച് നിർത്തണ്ടെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വായിച്ച് നിർത്താം. ലക്ഷ്മണോപദേശത്തിൻ്റെ തൊട്ടുമുകളിൽ വരെയാണ് 5-ാം ദിവസം വായിച്ച് നിർത്തുന്നത്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം ഒരു പെൻസിൽ കൊണ്ടിരുന്നാൽ നമുക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തടസ്സം വരുമ്പോൾ വായിച്ച് നിർത്താമെന്ന്. അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണേ. അപ്പോൾ നമ്മുടെ 5-ാം ദിവസത്തെ പാരായണം ശ്രീരാമാഭിഷേക വിഘ്നം മുതൽ ലക്ഷ്മണോപദേശത്തിന് തൊട്ടുമുകളിൽ വരെയാണ് 5-ാം ദിവസം വായിക്കേണ്ടത്.